ഹലോ ഫ്രണ്ട്സ്, K.C.F എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒടിച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടുക്കാച്ചി ഐറ്റമാണ് കേരള ചിക്കൻ ഫ്രൈ. ഒരു തനി നാടൻ ഐറ്റമാണ്. ഏവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിൾ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. നമ്മളതിന് വേണ്ടത് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് 65-ൻ്റെ വലിപ്പം ചെറിയ ചെറിയ പീസായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ നേരെ ഒന്നും നോക്കുന്നില്ല, മുളക് പൊടി വാരിയിടുന്നു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വാരിയിടുന്നു, കുറച്ച് ഉപ്പ് വാരിയിടുന്നു. ഇടങ്ങിട് ഉപ്പ് വാരിയിടുന്നു. പിന്നെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും വിനീഗറും ഒഴിക്കുന്നു. ചിക്കൻ കുറച്ച് സ്ലോ ആണ്. കുത്തി ഇളക്കാണ്, പിന്നെ കുത്തി മറക്കണം. കൈ കൊണ്ട് ഇളക്കാൻ പറ്റില്ല, കാരണം കൈ കൊണ്ട് ഇളക്കി ചിലപ്പോൾ ഒരു 3-4 സ്റ്റിച്ച് ഇട്ടിരിക്കേണ്ടി വരും, എല്ല് കുത്തി കയറിയിട്ട്. അപ്പോൾ നമ്മൾ പങ്കായം വെച്ച് കുത്തി ഇളക്കാണ്. നമുക്കിത് വറുത്തെടുക്കാം. ഇത് അധികം സമയം റെസ്റ്റിനൊന്നും വയ്ക്കുന്നില്ല, നേരെ നമ്മൾ വറുക്കാൻ പോണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി നമുക്ക് ഇതിൻ്റെ പച്ചക്കറികൾ എന്താണ് നമുക്ക് വേണ്ടത് നോക്കാം. ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പച്ചമുളക് എങ്ങനെ വേണമെങ്കിലും അരിയാം, ഞാനിങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി, കറിവേപ്പില, നാളികേരക്കൊത്ത്, തേങ്ങാക്കൊത്ത് എന്നൊക്കെ പറയാം, വറ്റൽമുളക്, സവോള നീളത്തിലരിഞ്ഞത്, മല്ലിയില, പിന്നെ തക്കാളി. ഇതിനകത്ത് വേണ്ട എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് നോക്കാം. നമ്മളതിന് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാസ്റ്റർ പീസ് സാധനമാണ്, എല്ലാത്തിനും ഞാൻ വരിയിടും, കാശ്മീരി ചില്ലി പൗഡർ. അതില്ലാണ്ടൊരു കളിയില്ല. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടോ നോക്കും. ഇതാണ് നമ്മൾ വേണ്ട ഐറ്റംസ്. ഇതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, വറ്റൽമുളക്, സവാള, ഇതൊക്കെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ സവാള വറുത്ത് ഫ്രൈ ആയി വരുമ്പോഴാണ് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളും വറുത്തെടുത്തിട്ടുണ്ട്. ഉള്ളി, അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വേണം. അപ്പോൾ ഇനി നേരെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കാം. നമ്മൾ ഈ ഉള്ളി വറുത്ത ഓയിൽ തന്നെയാണ് ഇതിനെടുക്കേണ്ടത്, കാരണം നമ്മൾ ആ ഫ്രൈ ചെയ്ത ഫ്ലേവർ നന്നായിട്ടുണ്ട്. നമ്മളതിനകത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇടാണ്. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടാവാണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിൽ ഓവറായിട്ട് ചൂടാവരുത്. ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ കരിഞ്ഞ് തവിട് പൊടിയും. അപ്പോൾ സ്ലോ ഫയറിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇങ്ങനെ പതുക്കെ നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അതൊരു വിധം ഇതുപോലെയൊക്കെ ഫ്രൈ വരുമ്പോൾ അതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചാൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക. ടൊമാറ്റോ പേസ്റ്റ് അടിച്ച് വെച്ചിട്ട് കാര്യമില്ല, ഒരു പുളിപ്പായിരിക്കും വരെ നമുക്ക് ചെറിയ മധുരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നത്. അതിങ്ങനെ ഇളക്കി അതിൻ്റെ ഓയിൽ തെളിയുന്ന വരെ നമ്മൾ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്നാവും. തീ കൂട്ടിയിട്ടത് സ്ലോ ഫയറിൽ തന്നെ നമ്മൾ പരമാവധി കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസും കാശ്മീരി ചില്ലി പൗഡറും നല്ലപോലെ മൂത്ത് ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിവം. ഇതിനകത്ത് നമ്മുടെ മസാല ഇടാം. നേരത്തെ ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഉപ്പ്, ഇതൊക്കെ ഇങ്ങോട്ട് വാരി അങ്ങോട്ട് തട്ടുക. വീണ്ടും കുത്തിയിളക്കലുണ്ട്. ഇതും നല്ലപോലെ സോട്ട് ചെയ്ത് ഓയിൽ നമ്മൾ തെളിയുന്നവരെ സോട്ട് ചെയ്യണം. അപ്പോഴും തീ കൂട്ടിയിടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ മസാലയും എല്ലാം ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും സാധനങ്ങളൊക്കെ അത് ഇടുക. കുറച്ച് ഇഞ്ചിയും വറ്റൽമുളകും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് മുകളിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാ ഐറ്റംസും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് നേരത്തെ പറഞ്ഞ വറ്റൽമുളകും ഇഞ്ചിയും കുറച്ച് ഫ്ലേവർ ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നത്. ഇതൊന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് മിക്സ് ആയി വരും, കാരണം ഫ്രൈഡ് ഓണിയൻ ആയതുകൊണ്ട്. അപ്പോൾ പതിയെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. എപ്പോഴും പറയുന്ന പോലെ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെറ്റപ്പ് കിട്ടില്ല. പതുക്കെ നമ്മൾ ലോ ഫയറിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം നല്ല മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ അതിനകത്ത് തട്ടാണ്. ഇത് മിക്സ് ആവാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ പതുക്കെ മിക്സ് ആവുള്ളൂ. മിക്സായി കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ
ഓളെ തട്ട ഒന്ന് മാറ്റി സാറേ എന്ന് പറയുന്ന പോലെയാണ്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഭയങ്കര ഫ്ലേവറാണ് ഇപ്പോൾ തന്നെ. നമുക്ക് ആ ഇഞ്ചി വറുത്തതിൻ്റെയും വെളുത്തുള്ളി വറുത്തതിൻ്റെ, അതുകൊണ്ട് ഞാൻ നമ്മളെ സവാള വറുത്ത ഓയിൽ തന്നെ എടുക്കാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇഞ്ചിയുടെ ഫ്ലേവർ, വെളുത്തുള്ളി വറുത്തതിൻ്റെ, കറിവേപ്പില വറുത്തതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിലെ ഫ്ലേവർ വറുക്കുമ്പോൾ നമുക്കറിയാലോ. ബിരിയാണിയുടെ മുകളിലേക്ക് ഇടുമ്പോൾ നമുക്ക് അത് വാരി തിന്നാറുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സെറ്റപ്പാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നത്. ഇപ്പോൾ തന്നെ ഭയങ്കര ഫ്ലേവറാണ്. പിന്നെ നമ്മൾ ആ ജീരക പൗഡറും കുരുമുളക് കിട്ടുന്നതിൻ്റെയും രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ മിക്സിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും ഇത് മിക്സ് ചെയ്തെടുക്കാൻ. നമ്മളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബാക്കി എന്ന് പറയുന്നത് വലുതാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി മല്ലിയിലയാണ് നമ്മുടെ ബാലൻസ് ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ നല്ല മിക്സിങ് കഴിഞ്ഞ് നമ്മുടെ തക്കാളി മല്ലിയിലും കൂടി നമ്മളങ്ങോട്ട് തട്ടുകയാണ് അതിനകത്തേക്ക്. ഇനി ഒരു ചെറിയ മിക്സിങ് കൂടി ഉണ്ട്. ഇതാണ് ലാസ്റ്റത്തെ കുത്തിളക്കൽ. ഇതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ആ മല്ലിയിലും കൂടി ഇട്ടപ്പോൾ നല്ലൊരു ഫ്ലേവറായിട്ടാണ്. ഒരു രക്ഷയില്ല. ഫുഡ് സാധനമാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കാം. കിടുക്കാച്ചയായിട്ടാണ്, കിടുക്കാച്ചയായിട്ട്. ഇത്തിരി എരിവും ചെറിയൊരു മധുരിപ്പും ആ തക്കാളിയുടെ ചെറിയൊരു പുളിപ്പും പിന്നെ ജീരകത്തിൻ്റെ കുരുമുളകിൻ്റെ ഫ്ലേവർ എല്ലാം കൂടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നല്ല ജ്യൂസി ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ കേരള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സവാളയൊക്കെ വില കുറയുമ്പോൾ ഒന്ന് പരീക്ഷിച്ചാൽ മതി. ഇപ്പൊക്കെ ചിലപ്പോൾ പോയി പരീക്ഷിച്ച് ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സവാളയൊക്കെ വില കുറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമ്മുടെ കേരള ചിക്കൻ ഫ്രൈ ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലേവറാണ്. വീട്ടു സാധനമാണ്. ഒരു പീസ് കഴിച്ചാൽ 10 പീസ് കഴിഞ്ഞ് തിന്നിട്ടേ പോകുള്ളൂ. അത്രയും ഗ്യാരണ്ടി ആയിട്ടുള്ള സാധനമാണ്. ഫുഡ് വെയിറ്റാണ്. അപ്പോൾ നമ്മുടെ കേരള ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്ക് ഉണ്ടല്ലേ. കൊള്ളാം, പൊളി സാധനം. അപ്പോൾ നമ്മുടെ കേരള ചിക്കൻ ഫ്രൈയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് നമ്മളെല്ലാം വെട്ടിത്തോടുകൂടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ പന്തലിൽ പാവയ്ക്കാണ് നടാൻ പോകുന്നത്. അപ്പോൾ പാവയ്ക്ക് ഒരു പന്തൽ, ഈ പന്തലിൽ പാവയ്ക്ക നട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഇതെൻ്റെ അച്ഛനാണ്. പുള്ളിയാണ് ഈ ചെടികളും പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് നടക്കുന്ന ആൾ. സാധാരണ വീഡിയോ പിടിക്കാൻ വരാറില്ല. ഇപ്പോഴും പുള്ളി അറിഞ്ഞിട്ടില്ല. ഞാൻ കോൾ ചെയ്യുന്ന പോലെ നിന്നിട്ട് വീഡിയോ പിടിച്ചതാണ്. പുള്ളി ഒരു ഐസ്ക്രീം ബോൾ അവിടെ നിന്ന് കിട്ടി. ചേട്ടൻ്റെ കൊച്ചു കഴിച്ച് കളഞ്ഞതാണ്. അത് നീല കളറാണ്. നീല കളർ എന്ന് പറയാൻ കാരണമുണ്ട്. ഞാൻ അടുത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിലാൾ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അടിക്കുക. നമ്മളെ വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് നമ്മുടെ പാവയ്ക്കപ്പന്തലും ചെറിയ ട്വിസ്റ്റോട് കൂടിയ വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.